ഇപ്പോൾ ഈ ശരത്തുമായി സംസാരിച്ചു എന്ന് പറയപ്പെടുന്ന നിബിൻ ശ്രീനിവാസൻ നമുക്കൊപ്പം ചേരുകയാണ്. നിബിൻ, ഇപ്പോൾ പ്രാഥമികമായി ഈ ശബ്ദരേഖയുടെ ആധികാരികതയുമായി ബന്ധപ്പെട്ട് സംശയമുണ്ട് എന്നുള്ളതാണ് ശരത് പ്രസാദ് ഡിവൈഎഫ്ഐയുടെ ജില്ലാ സെക്രട്ടറി പറയുന്നത്. ഇത് താങ്കളും ശരത് പ്രസാദും തമ്മിൽ സംസാരിച്ചതാണോ നിബിൻ? അതെ, നിങ്ങൾ സംസാരിച്ച കാര്യമാണ്. പറയൂ. ഞാൻ ശരത് പ്രസാദ് സംസാരിച്ചത് തന്നെയാണ്. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം വസ്തുതയാണോ? അല്ല, അത് ശരത്ത് പറഞ്ഞ വസ്തുതയാണ്. പരിശോധിക്കേണ്ടത് CPIM ആണ്. ഈ ആരോപണം ഉന്നയിച്ചത് ശരത്താണ്. ഇത് താങ്കൾ ചോദിച്ചപ്പോൾ പറഞ്ഞതാണോ അതോ ശരത് പ്രസാദ് ഇങ്ങോട്ടേക്ക് പറഞ്ഞതാണോ? ശരത് പ്രസാദ് ഇങ്ങോട്ട് പറഞ്ഞതാണ്. ശരത് പ്രസാദ് പറഞ്ഞത് CPIMന്റെ പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിലേക്ക് എത്തുമ്പോൾ, ജില്ലാ കമ്മിറ്റികളിലേക്ക് എത്തുമ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുന്നില്ല. നിങ്ങൾ ആ വോയിസ് കേട്ടിട്ടുണ്ടാവല്ലോ? അതെ, കേട്ടു. തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. CPIMന്റെ നേതാക്കന്മാർക്ക് വലിയ പ്രശ്നങ്ങളില്ല, സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടാവുന്നില്ല, വലിയ വലിയ ധനാഢ്യന്മാരുടെ തർക്കം തീർക്കുന്നവരായിട്ട് CPIMന്റെ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളെ ചിത്രീകരിച്ചതും പറഞ്ഞതും ശരത്താണ്, ഞാനല്ല. നിബിൻ ശ്രീനിവാസൻ എന്ന് പറയുന്ന വ്യക്തിയല്ല ഇത് പറഞ്ഞിട്ടുള്ളത് ശരത് പ്രസാദ് എന്ന് പറയുന്ന ഡിവൈഎഫ്ഐയുടെ നിലവിലെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പറും CPIMന്റെ ജില്ലാ കമ്മിറ്റി മെമ്പറും ഡിവൈഎഫ്ഐയുടെ ജില്ലാ സെക്രട്ടറിയുമായിട്ടുള്ള ആള് ഉന്നയിച്ച ഗുരുതരമായിട്ടുള്ള വിഷയമാണ്. ഞാൻ ഇന്നലെ പറഞ്ഞത് എന്റെ നാട്ടിലെ മണ്ണുത്തി ഏരിയ കമ്മിറ്റിക്കകത്തെ നടത്തറ പഞ്ചായത്തിലെ സഹകരണ സംഘങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള അഴിമതിയെ കുറിച്ചാണ് ഞാൻ സംസാരിച്ചിട്ടുള്ളത്. പക്ഷെ ശരത്ത് പറയുന്നത് CPIMന്റെ സംസ്ഥാന നേതാക്കളെ കുറിച്ചിട്ടുള്ള ആരോപണമാണ് ശരത്ത് ഉന്നയിച്ചിട്ടുള്ളത്. അത് വ്യക്തമാക്കേണ്ടത് ശരത്താണ്. ശരി നിബിനി, സംഭാഷണം എന്ന് നടന്നതാണ്? ഈ സംഭാഷണം ഇതിപ്പോ എങ്ങനെയാണ് ഈ സംഭാഷണം നിങ്ങൾക്ക് കിട്ടിയെന്ന് എനിക്കറിയില്ല. പക്ഷെ സംഭാഷണം നടന്നിട്ടുള്ളത് ഒരു 6-7 മാസം കാലാവധിക്കുള്ളിലുള്ള സംഭാഷണമാണ്. എത്ര നാളുകൾക്ക് മുൻപാണ്? 5-6 മാസം മുമ്പുള്ള സംഭാഷണമാണത്. ഈ ബാങ്കുമായി ബന്ധപ്പെട്ട ഒരു അഴിമതി ആരോപണങ്ങൾ ഉന്നയിച്ചല്ലോ, അത് ഇതുമായി ബന്ധമുണ്ടോ? അതെന്താണ് യഥാർത്ഥത്തിൽ സംഭവം? അതും ഇതായിട്ട് ബന്ധം ഞാൻ ആരോപിച്ചിട്ടില്ല. അതെന്താണ് സംഭവം യഥാർത്ഥത്തിൽ, ഒന്നുകൂടെ പറയാമോ? അത് നടത്തറ ഗ്രാമപഞ്ചായത്തിലെ നടത്തറ പ്രവർത്തിക്കുന്ന 8ഓളം വരുന്ന സഹകരണ സംഘത്തിൽ 7 സംഘങ്ങളിൽ അഴിമതി നടക്കുമെന്ന് ചൂണ്ടിക്കാണിച്ചാണ് ഞാൻ അന്ന് മീഡിയാസിന് മുമ്പിൽ സംസാരിച്ചിട്ടുള്ളത്. ശരി, അവിടെ എന്താണ് സംഭവിച്ചത് നിബിൻ? ഇതിലൊരു വ്യക്തത വരുന്നതിന് വേണ്ടിയാണ് ചോദിക്കുന്നത്. അവിടെ സഹകരണ സംഘങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പരിധിയിൽ കവിഞ്ഞ ലോൺ കൊടുക്കുക, അതുപോലെ തന്നെ വെച്ച ഗോൾഡ് മാറ്റി പണയം വെക്കുക, ഭൂമി മേടിച്ചതിലെ അഴിമതി ഉൾപ്പെടെയുള്ള വിഷയങ്ങളാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചത്. ശരത്ത് പറഞ്ഞത് ഈ സംസ്ഥാന ലീഡർഷിപ്പിനെ കുറിച്ചാണ് ശരത്ത് പറഞ്ഞിട്ടുള്ളത്. അതിൽ വ്യക്തത വരുത്തേണ്ട ശരത്താണ്. നിബിൻ, അപ്പോൾ താങ്കൾ പറഞ്ഞ ഈ ബാങ്ക് അഴിമതിയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ശരത്ത് അതിനെപ്പറ്റി ബോധവാനായിരുന്നു? അതിന് അദ്ദേഹത്തെ അറിയാമായിരുന്നു ഈ കാര്യം? തീർച്ചയായിട്ടും ശരത്തിന് നല്ല രീതിയിൽ അറിയുന്ന കാര്യമാണ്. ശരത്ത് ഇപ്പോഴും അത് പറയാൻ തയ്യാറാവുന്നില്ല. ശരത്തിന് നല്ല രീതിയിൽ അറിയുന്ന കാര്യമാണ്. അങ്ങനെ പറയുന്ന ആളുകളെ CPIMന് പുറത്താക്കാണ് CPIM ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ അതിനെക്കുറിച്ച് സംസാരിച്ചു. പാർട്ടി AC ഓംബ്രായം തന്നെ പാർട്ടി ലോക്കൽ കമ്മിറ്റിയിലേക്ക് തരം താഴ്ത്തി. ശരിക്കും ആരാണ് ഇതിനു പിന്നിൽ പ്രവർത്തിക്കുന്നത് ശ്രീ നിബിൻ? ഇതിന് പിന്നിൽ ഇവിടുത്തെ പാർട്ടി ഏരിയ സെക്രട്ടറി ഉൾപ്പെടെ പാർട്ടി ഏരിയ കമ്മിറ്റിയിലെ ചില ആളുകൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഇതിന് പിന്നിലുണ്ട്. സഖാവ് MK കണ്ണനും ഇതിൽ പങ്കുണ്ട്. ഇപ്പോൾ ശ്രീ ശരത് പ്രസാദിനെ ഞങ്ങൾ PCR നിന്ന് ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നു, പക്ഷേ അദ്ദേഹം പ്രതികരിക്കാൻ താല്പര്യപ്പെടുന്നില്ല എന്നുള്ളതാണ് പറയുന്നത്. അത് അദ്ദേഹം പ്രതികരിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം പാർട്ടിക്ക് പുറത്താവും. ഇപ്പൊ ഇന്നത്തെ ദേശാഭിമാനി പത്രത്തിനകത്ത് വന്ന വാർത്ത ഞങ്ങൾ കോടാലി കൈകളാണെന്നാണ്. ഞാൻ ഉൾപ്പെടെ CPIMനെതിരെ വലതുപക്ഷ മാധ്യമങ്ങൾ ഞങ്ങളെ കോടാലി കൈയായിട്ട് ഉപയോഗിക്കുന്നുള്ളതാണ്. അങ്ങനെ ശരത്ത് ഈ സത്യം വെളിപ്പെടുത്തി കഴിഞ്ഞാൽ ശരത്തും കോടാലി കൈയാന്ന് പറഞ്ഞ നാളെ പത്രപ്രസ്ഥാനം വരുമല്ലോ. അതുകൊണ്ടായിരിക്കാം ശരത്ത് ഇതിന് പിന്തിരിഞ്ഞു പോണത്. ഈ പാർട്ടി നേതാക്കൾക്ക്, അതായത് ഉത്തരവാദിത്തപ്പെട്ട ഉയർന്ന തലങ്ങളിലുള്ള നേതാക്കൾക്ക് ഉൾപ്പെടെ ഇതേപ്പറ്റി അറിവുണ്ടായിരുന്നു, ബന്ധമുണ്ടായിരുന്നു എന്നല്ലേ നിബിൻ പറയുന്നത്? അപ്പോൾ ശരത്തും ഇതിനെപ്പറ്റി നല്ല ബോധവാനമായിരിക്കുമല്ലോ. ശരത്ത് ഇതിനെക്കുറിച്ച് കൃത്യമായി ബോധ്യമുള്ള ആളാണ്. ശരത്തിന് ഇതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ധാരണയുള്ള ആളാണ്. ശരത്തിന് ഈ അഴിമതി കൃത്യമായിട്ട് ശരത്ത് തന്നെ എന്നോട് പലവട്ടം പറഞ്ഞിട്ടുണ്ട്. ശരി, എന്തായാലും ആ ഓഡിയോ താങ്കൾ സംസാരിച്ചത് തന്നെയാണ് എന്ന് താങ്കൾ സ്ഥിരീകരിക്കുന്നുണ്ട്. അതെ, വളരെ നന്ദി. നിബിൻ ശ്രീനിവാസനാണ് ഇപ്പോൾ നമ്മളോട് സംസാരിച്ചത്. ശരത് പ്രസാദ് എന്ന് പറയുന്ന ഡിവൈഎഫ്ഐയുടെ തൃശ്ശൂർ ജില്ലാ സെക്രട്ടറിയുമായി സംസാരിച്ചു. നിബിൻ ശ്രീനിവാസനാണ് ഇപ്പോൾ ന്യൂസ് മലയാളത്തോട് പ്രതികരിച്ചിട്ടുള്ളത്. ലെവിൻ കെ വിജയൻ നമുക്കൊപ്പം തുടരുന്നുണ്ട്. ലെവിൻ, നിബിൻ പറഞ്ഞത് കേട്ട് കാണുമല്ലോ.
വലിയ കോളിളക്കം ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഒരു ശബ്ദ സംഭാഷണമാണ് എന്ന കാര്യത്തിൽ സംശയം ഇല്ല. കാരണം ഇനി ഇപ്പോൾ ശരത് പ്രസാദിനോട് നമ്മൾ സംസാരിക്കാൻ ശ്രമിച്ചപ്പോൾ അദ്ദേഹത്തിന് സംസാരിക്കാൻ താല്പര്യമില്ല എന്ന് പറയുന്നതിൽ തന്നെ ഒരു അപകടം ഉണ്ടല്ലോ. തീർച്ചയായും ബിനിൽ, ഇത് തൃശ്ശൂർ ജില്ലയിലെ നേതാക്കളെ, സംസ്ഥാന ജില്ലാ നേതാക്കളെ ആകെ സംശയത്തിൻ്റെ നിഴലിൽ നിർത്തുന്ന തരത്തിലുള്ളൊരു ശബ്ദ സംഭാഷണമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. CPM-ന്റെ മുൻ സംസ്ഥാന സമിതി അംഗമായിട്ടുള്ള, സംസ്ഥാന കമ്മിറ്റി അംഗമായിട്ടുള്ള MK കണ്ണൻ, മുൻ മന്ത്രിയും സംസ്ഥാന കമ്മിറ്റി അംഗവുമായിരുന്ന AC മൊയ്തീൻ, തൃശ്ശൂർ ഏരിയ സെക്രട്ടറി ആയിട്ടുള്ള അനൂപ് ഡേവിസ് കാട, അതോടൊപ്പം തന്നെ തൃശ്ശൂർ കോർപ്പറേഷനിലെ കൗൺസിലറും CPM-ന്റെ ജില്ലാ കമ്മിറ്റി അംഗവുമായിരുന്ന വർഗീസ് കണ്ടംകുളത്തി തുടങ്ങിയ ആളുകളുടെ പേരെടുത്തുകൊണ്ടുള്ള പരാമർശങ്ങളാണ് ഇതിലുണ്ടായിരിക്കുന്നത്. രാഷ്ട്രീയത്തിൽ ഇതിലൂടെ എല്ലാവരും തന്നെ ധനസമ്പാദനം നടത്തിയിട്ടുണ്ട്. കോടികളുടെ ആസ്തി MK കണ്ണന് ഉണ്ടാക്കിയിട്ടുണ്ട്. മുൻപ് തൃശ്ശൂരിൽ കപ്പലണ്ടി കച്ചവടം നടത്തിയിരുന്ന ആളായിരുന്നു MK കണ്ണൻ. അദ്ദേഹം രാഷ്ട്രീയത്തിലെത്തിയതിനു ശേഷം വലിയ തോതിൽ കോടികളുടെ ആസ്തി ഉണ്ടാക്കി എന്നുള്ള നിലയിലൊക്കെയുള്ള സംഭാഷണങ്ങൾ ഇതിനകത്തുണ്ട്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും CPM പോലെയൊരു കേഡർ പാർട്ടിയിൽ കൃത്യമായി കണക്ക് വിവരങ്ങൾ ധനസമ്പാദനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വർഷാവർഷങ്ങളിൽ ഓരോ കമ്മിറ്റികൾക്കും റിപ്പോർട്ട് നൽകേണ്ട കേഡർ സ്വഭാവത്തിലുള്ള സഖാക്കളുടെ പാർട്ടിയിൽ ഇത്തരത്തിൽ ധനസമ്പാദനം നടത്തുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ആരോപണം DYFIയുടെ ജില്ലാ സെക്രട്ടറിയും CPM-ന്റെ ജില്ലാ കമ്മിറ്റി അംഗവും DYFI സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവുമായ ശരത് പ്രസാദ് ഉന്നയിക്കുമ്പോൾ അതിന് ഗൗരവമുള്ള കാര്യമാണ്. പക്ഷേ ഇതൊരു സ്വകാര്യ സംഭാഷണമാണ് എന്നുള്ളത് നമുക്ക് ആരും പറയാതെ തന്നെ മനസ്സിലാകും. ഈ സ്വകാര്യ സംഭാഷണത്തിൽ 5 മാസങ്ങൾക്ക് മുൻപ് നടന്ന ഒരു സംഭാഷണത്തിൽ ശരത് പ്രസാദ് നിബിൻ ശ്രീനിവാസനോട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് ഇത് പക്ഷേ എന്നുള്ളതും വ്യക്തമാണ്. പക്ഷേ ശരത്ത് നമ്മളോട് സംസാരിച്ചപ്പോൾ പറയുന്നത് ഈ സംഭാഷണത്തിൻ്റെ ആധികാരികതയിൽ സംശയമുണ്ട് എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ തൻ്റെ ഗുരുസ്ഥാനീയരായിട്ടുള്ള രാഷ്ട്രീയ നേതാക്കന്മാരെ കുറിച്ചാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയുന്നത്. ശരി, എന്തായാലും വലിയ സ്ഫോടനാത്മകമായിട്ടുള്ള ഒരു ഫോൺ സംഭാഷണമാണ്. ആ ഫോൺ സംഭാഷണത്തെ തള്ളിക്കളയാൻ പോലും ശരത് പ്രസാദിന് സാധിച്ചിട്ടില്ല. ആധികാരികത സംശയമുണ്ട് എന്നാണ് പറയുന്നത്. പക്ഷെ സംസാരിച്ച നിബിൻ തന്നെ പറയുന്നു ഇത് ഞാൻ തന്നെ സംസാരിച്ചതാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇത് പാർട്ടി നേതൃത്വം കൂടുതൽ മറുപടി പറയേണ്ടി വരുന്ന ഒരു വിഷയമായി മാറും എന്ന കാര്യത്തിൽ സംശയമില്ല.